ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പിതാവാൻ ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ഈ സ്ഥലത്തെയും ഈ ദൈവമക്കൾ ഇരിക്കുന്ന സ്ഥലത്തെയും അവരുടെ ജീവിതത്തെയും ഞങ്ങൾക്കുള്ളതിനെല്ലാം യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ അഭിഷേകം ഇപ്പോൾ ഓരോ പ്രിയപ്പെട്ടവരിലും ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ശുശ്രൂഷയിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതിനാൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളും എല്ലാം അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം അങ്ങയോടടുക്കുന്നൊരു നേരമാകണമേ. ഞങ്ങളിലുള്ള തെറ്റുകൾ അങ്ങ് കാണിച്ചു തരണമേ. ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ, പുതിയ വ്യക്തിയായി തീരുവാൻ, ഇപ്പോൾ ഈ ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഉത്തരം കിട്ടുവാൻ, ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റൊന്നായി മാറുന്ന ദൈവികമായ സ്പർശന കീഴിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. വൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മുമ്പും പിമ്പും എന്ന രണ്ട് അനുഭവങ്ങൾ. മുമ്പ് എന്ന് പറയുന്നത് സ്വഭാവത്തിൽ ദൈവങ്ങളല്ലാത്തവർക്ക് കീഴ്പ്പെട്ടിരുന്നൊരു കാലയളവ്. എന്താണ് സ്വഭാവത്തിൽ ദൈവങ്ങളല്ലാത്തവർക്ക് കീഴ്പ്പെട്ടിരുന്നു പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നല്ല സ്വഭാവം, നല്ല വ്യക്തിത്വം, നല്ല ഭംഗി എല്ലാം നല്ലതാണെന്ന് പറയുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരുപാട് ദുഷ്ടത്തരങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴായിട്ട് കാണാനായിട്ട് സാധിക്കും. ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആരെയും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ പലരുടെയും ജീവിതത്തിൽ കാപ്പട്ടി നിറഞ്ഞിരിക്കുന്നു. ദൈവങ്ങൾ എന്ന പേർ വിളിക്കുന്നത് ഏതെങ്കിലും രൂപങ്ങളെ മാത്രമല്ല, മറിച്ച് പിശാചിന് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അനേക ആളുകളെ ആകർഷിക്കുന്നു. പിശാചിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു ടീം ലീഡർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ ആളുകളെയും പിശാചിലേക്ക് വശീകരിക്കുവാൻ അവർ ഒരുപാട് ആകർഷണത്വം നിറഞ്ഞവരായിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള അനേക വ്യക്തിത്വങ്ങളെയും അനേക സാഹചര്യങ്ങളെയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുമ്പോൾ സ്വഭാവത്തിൽ ദൈവികതയില്ലാത്ത ഒരുപാട് പൈശാചിക ശക്തികൾ നിറഞ്ഞ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അതാണ് മുമ്പ് എന്ന് പറയുന്ന കാലഘട്ടം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇന്ന് ഈ ശുശ്രൂഷയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെയും പലരുടെയും ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പിന്നിൽ ഇങ്ങനെ ഒരു ദുഷ്ടശക്തിയുടെ ചാലകം പ്രവർത്തിച്ചിട്ടുണ്ടോ പരിശോധിക്കുക. എന്നാൽ ഇപ്പോൾ, അല്ലെങ്കിൽ മുമ്പ് എന്ന് പറയുന്ന കാലത്തിന് ശേഷം ഇപ്പോൾ എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നാം വരികയാണ്. നാം ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലാണ്. യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി പഴയ ഒരു ജീവിത ശൈലിയല്ല, മറിച്ച് പുതിയ ഒരു ജീവിതമാണ്. പുതിയ ജീവിതത്തിൽ എന്താണ്? ദൈവിക സ്വഭാവം നിറഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങളുമായിട്ടുള്ള ഫെലോഷിപ്പ്, വിശുദ്ധരുമായിട്ടുള്ള ഓഹരി, വിശുദ്ധരോടുള്ള ഫെലോഷിപ്പ്, അതിലേക്ക് നമ്മെ ചേർക്കുവാൻ വേണ്ടി, നാം വിശുദ്ധരാകാൻ വേണ്ടി, നമുക്ക് ദൈവിക സ്വഭാവം വരുവാൻ വേണ്ടി, അവന്റെ ഭാവം നമ്മിൽ വരാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം സ്വർഗം ചായിച്ചിറങ്ങി വന്നു. യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഭാവം അവന്റെ ജീവിതത്തിൽ വരുന്നു.
അങ്ങനെ അവൻ വിശുദ്ധനായി മാറുന്നു. അവന്റെ ജീവിതം പുതിയതാകുന്നു. പഴയത് കഴിഞ്ഞു പോകുന്നു. പണ്ട് പിശാചിന് അടിമയായിരുന്നു. സ്വഭാവത്തിൽ ദൈവങ്ങളല്ലാത്തവർക്ക് അല്ലെങ്കിൽ പൈശാചിക സ്വഭാവമുള്ളതിന് അടിമപ്പെട്ടുപോയി. ഇന്ന് യാതൊരു സംശയവുമില്ല, വിശ്വാസത്തിന് നായകനും സകലത്തിനും പൂർത്തി വരുത്തുന്ന ക്രിസ്തുവിനെ നോക്കിയോടുകയും ദൈവിക സമാധാനം സ്വീകരിക്കുകയും സ്വർഗതുല്യമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ച് മഹത്വീകരിച്ചു പോകുന്നു. ഇങ്ങനൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇരിക്കുന്നവർ വെറുതെ ഇരിക്കുന്നതല്ല, ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളിലുള്ള പഴയ പൈശാചിക ശക്തികളും ദുഷ്ടാത്മാ സേനകളും വിട്ടുപോയിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിൽ ബലപ്പെടുന്ന നേരമായി മാറട്ടെ. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഈ വചനം കേട്ടവരെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർ ശുശ്രൂഷിക്കപ്പെടട്ടെ. ഇപ്പോൾ അവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇപ്പോൾ അവരുടെ ശരീരത്തിലും ജീവിതത്തിലുമുള്ള ദുരാത്മാക്കൾ അഴിഞ്ഞു പോകട്ടെ. ഇപ്പോൾ അവർ ക്രിസ്തുവിലേക്ക് ബന്ധിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇവർ കഴുകൽ പ്രാപിക്കട്ടെ. ഇവരുടെ ജീവിതം ശുദ്ധിയുള്ളതായി മാറട്ടെ. ദൈവരാജ്യത്തിന് ഊഹിരിക്കാരായി മാറട്ടെ. വിശുദ്ധിയുടെ മക്കളായി മാറട്ടെ. പാപം ഉപേക്ഷിച്ചവരായി മാറട്ടെ. ഇരുട്ടിന്റെ പ്രവൃത്തികൾ മാറിയവരായി മാറട്ടെ. വെളിച്ചത്തിന്റെ സാക്ഷികളായി മാറട്ടെ. ദൈവവേലയുടെ ഭാഗമാകട്ടെ. സ്വർഗീയ രാജ്യത്തെ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നവരായി, അനുഭവത്തിൽ ജീവിക്കുന്നവരായി മാറട്ടെ. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലുമുള്ള എല്ലാ ദുഷ്ടതകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമം ഇവരിൽ പ്രബലപ്പെടട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം തന്നതിനായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. 2 ശുശ്രൂഷകൾ നമുക്ക് ദിവസേനയുണ്ട്. എല്ലാ ദിവസവും 2 മണിക്ക് ഈ യൂട്യൂബ് ചാനൽ നടക്കുന്ന 7 മിനിറ്റിനുള്ളിലുള്ള ഒരു ചെറിയ പ്രാർത്ഥന, ഇപ്പോൾ നിങ്ങൾ പങ്കുചേർന്ന പ്രാർത്ഥന. രണ്ടാമത്തത് വൈകുന്നേരം 8 മണി മുതൽ ആരംഭിക്കുന്ന 1 മണിക്കൂറോളമുള്ള പ്രാർത്ഥന. ഈ 2 ശുശ്രൂഷയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ള സമയമെല്ലാം വലിയ അനുഗ്രഹമാക്കി സ്വർഗസ്ഥനായ ദൈവം തീർത്തു തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ആ സ്വർഗീയ സൗന്ദര്യത്തിന്റെ കൂട്ടായ്മയുടെ ഐശ്വര്യവും ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകല ജനത്തോടും കൂടെ ഉണ്ടാകട്ടെ. ആമീൻ. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെ അനുഗ്രഹിച്ചല്ലോ. ദൈവത്തിന് സ്തുതി.